വെൽക്കം ടു മൈ ചാനൽ. ഇത് ഞങ്ങൾ ബാക്കു പോയതിൻ്റെ എന്ന് വെച്ചാൽ ലേഡീസ് ട്രിപ്പ്, ഫസ്റ്റ് ഇൻ്റർനാഷണൽ ലേഡീസ് ട്രിപ്പാണിത്. ബാക്കു പോയതിൻ്റെ ഒരു ഫസ്റ്റ് ഡേയും ഫുള്ളില്ല, കുറച്ച് ഇവിടുന്ന് ബാക്കു വരെ ലാൻഡ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ക്ലിപ്സ്, കുറച്ച് വീഡിയോസാണ് ഇതിനകത്തുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് ഡയറക്റ്റ് അബുദാബി എയർപോർട്ടിലോട്ട്. ഞങ്ങളുടെ ടാക്സി ഡ്രൈവർ ആദ്യമേ ഞങ്ങളെ പഴയ എയർപോർട്ടിലോട്ടാണ് കൊണ്ടുപോയത്, അബുദാബിയുടെ പഴയ എയർപോർട്ട്. പിന്നെ നമ്മുടെ കയ്യിൽ കുറേ സമയം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ വളരെ ഏർലിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ എതുക്കാന്നേലും നമ്മൾ പുതിയ എയർപോർട്ടിലെത്തി. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് വിസെയറിലാണ്. അപ്പം അത് അബുദാബിയിലാണ് വിസെയർ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ദുബായിൽ നിന്ന് അബുദാബി വരെ പോയത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് ഞങ്ങൾ ഡയറക്റ്റ് വിസെയറിൻ്റെ കൗണ്ടറിൽ പോയിട്ട് ഞങ്ങളുടെ ചെക്കിനൊക്കെ ചെയ്തു. ചെക്കിനെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പോയത് ഈ പേൾ ലോഞ്ചിലാണ്. പോയിട്ട് നമുക്കവിടെ ഭക്ഷണം എല്ലാം കിട്ടി. ബുഫേ ആയിരുന്നു, വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം നമുക്ക് രാവിലത്തെ സമയമായതുകൊണ്ട് അത്രയൊന്നും കഴിക്കാൻ പറ്റിയില്ല, എന്നാലും നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്നു കണ്ടു. അവിടെ ചെന്നിരുന്നപ്പം തുളസിയുടെ ഒരു കലീഗിനെ കണ്ടു. പുള്ളിക്കാരനും എങ്ങോട്ടോ ട്രാവൽ ചെയ്യുവാണ്, മോൻ്റെ കൂടെ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ ആളോട് കുറേ നേരം സംസാരിച്ച് ഇങ്ങനെ ഞങ്ങൾ ബാക്കുവിലാണ് പോകുന്നതിനെക്കുറിച്ചൊക്കെ ആളിനോട് പറഞ്ഞു. അപ്പോൾ കുറേ നേരമൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്ന് എന്നിട്ട് പിന്നെ ഞങ്ങൾ സമയം പോകുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നല്ല ആൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ അല്ലേ പോകുന്നത്, ബാക്കു അല്ലേ പോകുന്നത്, ഇതിൻ്റെ ഫൈനൽ കോളല്ലേ എന്ന്. അത് കേട്ടത് ഞങ്ങൾ അവിടെ നിന്ന് ഓടിയതാണിത്. അതെ, അങ്ങോട്ട് ഇങ്ങനെ നടക്കാൻ സമയമില്ല. ചിന്നു എങ്ങോട്ടാ? ഇടി ആരോടും സമയമില്ല, ആരോടും ചോദിക്കും. നമ്മുടെ ഏതാ ഈ എവിടാന്നോ കിട്ടിയോ? ആണോ? കണ്ണ് കാണാതെ 3-4 ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ചിന്നു ചോദിച്ചത് കറക്റ്റാണ്. ABCEF, ഡി മാത്രം ആ സൈഡിൽ. അതെന്താണ് ഡി മാത്രം അവിടെ പോയി കിടക്കുന്നതെന്നാണ് ചിന്നു ചോദിച്ചത്. പിന്നെ ഒരു ഓട്ടോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തുളസിക്കൊരു കോള് വരുന്നുണ്ട്. ആണോ? അവരാണ് കോൾ ചെയ്തത്. നിങ്ങളുടെ ലാസ്റ്റ് ഫൈനൽ കോളാണ്, നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവർ വിളിച്ചത്. If you are hearing this announcement, please proceed immediately to gate number E5. As your E5. Part of our journey, yes. Thank you so much. Thank you. ഒരു ബസ് നമുക്ക് വേണ്ടി മാത്രമായിട്ട് എന്നും വേണമെങ്കിൽ പറയാം. ഓഹോ, ബാക്കു അഡ്വഞ്ചർ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ആദ്യത്തെ ബസ്സിൽ വന്ന ആളുകളൊക്കെ കയറുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ആളുകളുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ മാറുമല്ലോ. പിന്നെ ഞങ്ങൾ കയറി. 3 പേരുടെ ഒരു സീറ്റും ഒരാൾക്ക് ബാക്കിലുമായിരുന്നു. അപ്പോൾ ചിന്നു ബാക്കിലിരുന്നു. കയറിയപ്പോൾ തന്നെ എത്ര കാശുണ്ട് കയ്യിൽ നിന്നൊക്കെ എണ്ണി ഇരിക്കുകയാണ് തുളസി. അങ്ങനെ പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് എടുത്തപ്പോൾ തന്നെ ഇവർ once again, on behalf of the entire crew, thank you for choosing Wizz Air Abu Dhabi. It's been a real pleasure to have you on board. നമ്മളിനി കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ലാൻഡ് ചെയ്യും. എന്ത് തോന്നുന്നു? പറയും. എന്ത് തോന്നുന്നു ശീലം? പുറത്തിറങ്ങാൻ തോന്നുന്നു, ചായ കുടിക്കാൻ തോന്നുന്നു. സിനിമയുടെ ക്ലൈമാക്സ് ആയിരിക്കും. അത്രയും തരാൻ എനിക്ക് ആക്ച്വലി ഇപ്പൊ ഒന്നും തോന്നുന്നില്ല. ഇച്ചിരി കഴിഞ്ഞിട്ട് തോന്നുമായിരിക്കും. ഒന്നും തോന്നുന്നില്ല. അറിയില്ല, എനിക്കൊരു അങ്ങനെ വലിയ എക്സൈറ്റ്മെന്റ്. ആക്ച്വലി എനിക്ക് ഇന്നലെ അങ്ങോട്ട് ശരിയാവുന്നില്ല. അങ്ങനെ നമ്മൾ ബാക്കുവിൽ ലാൻഡ് ചെയ്തു.
ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ, ബാഗേജ് ക്ലെയിം. ചെറിയ എയർപോർട്ടാണ്. സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വന്നു ഇമിഗ്രേഷൻ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി ഡ്യൂട്ടി ഫ്രീ, പിന്നെ അങ്ങോട്ട് പോകുമ്പം ബാഗേജ് ക്ലെയിം ചെയ്യുന്ന സ്ഥലം. പുറത്തിറങ്ങി വന്നിട്ട് ഇനി നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് സിം എടുക്കാൻ പോവാണ്. ഇവിടെ എക്സ്ചേഞ്ച്, കാശ് കയ്യിലില്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഇതൊക്കെ ഉണ്ട്. പാസ്പോർട്ട് കൊടുത്തു. അവിടെ ഒരു കോഫി വെൻഡിങ് മെഷീനിൽ നിന്ന് തുളസിയും ഷില്ലും കൂടെ കോഫി മേടിച്ചു. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഗൈഡ് എത്തി. ഇതൊക്കെ ATM ഒക്കെ ഉണ്ട്. കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. നല്ല വെതർ. ഇതാണ് എയർപോർട്ട്. ഇതാണ് നമ്മുടെ ഡ്രൈവർ. ഞാൻ പറഞ്ഞെന്താന്നറിയോ, പിൽസ്ബർഗ്. ഞാനും പറഞ്ഞു, ഞാനോട് പറഞ്ഞു പിൽസ്ബർഗ്, അങ്ങനെ ആണോ? അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ എവിടെയാണ് ഹോട്ടൽ റിസർവേഷൻ ചെയ്തിട്ടുള്ളത് അവിടെ ആൾ കൊണ്ട് വിട്ടിട്ട് ആൾ അന്നേരം തന്നെ വണ്ടി എടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു പിന്നെ വിളിച്ചാൽ മതി, നിങ്ങളൊന്ന് ഫ്രഷനപ്പ് ആയിട്ട് വിളിച്ചാൽ മതി, അയാൾ തിരിച്ചു വരാമെന്ന്. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തത്, പാർക്ക് സൈഡ് ഹോട്ടൽ ആൻഡ് അപ്പാർട്ട്മെൻറ്റ്. ആക്ച്വലി അതൊരു സിറ്റിയുടെ നടുക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാം അടുത്ത് തന്നെ ഉണ്ട്, എല്ലാ സാധനവും വേണ്ടുന്ന എല്ലാ കടകളും അടുത്തുണ്ട്. ഇതാണ് നമ്മുടെ റൂംസ്. 1506 ആൻഡ് 1507. അത് ഓൾറെഡി ആളുകൾ കയറി, എല്ലാവർക്കും കിട്ടും. ക്യൂക്കി സാസ് ബി കബി ബഹു തീ. അതിനകത്ത് ഇങ്ങനെയാണ് കഥ തുറന്നിട്ട് കയറി വരുന്നത്. വലിയ ബെഡ്. ഇവിടെ എന്താണുള്ളത്? ഓഹോ, നൈസ്. ശരിക്കും സിറ്റിയിലായിട്ട് എടുത്തേക്കുന്നത്. സിറ്റിയുടെ നടുവിലാണത്. അടിപൊളി ലൊക്കേഷൻ, അടിപൊളി രസം. 3 സാധനങ്ങൾ ഭയങ്കര ഐക്കോണിക്. ഇതാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്. മേളിലോട്ട് എന്താണ് ഹെലിപ്പാഡും എല്ലാം ഉണ്ട്. 1506 എന്നുള്ള റൂമാണ്. നമുക്ക് ഈ റൂമിൽ നിന്ന് ആ റൂമിലോട്ട് പോകാൻ പറ്റും. ഇങ്ങനെ ഇതൊന്ന് തുറന്നാൽ മതി. കണ്ടോ? ഓ, സെയിം അങ്ങനെയൊക്കെ തന്നെയാണ്, സെയിം വ്യൂ ആണ്. എന്താണ് വാഷ്റൂം. വാഷ്റൂം ഒന്നുമില്ല, ക്ലീൻ, നീറ്റ് ആൻഡ് ക്ലീൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഹസനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ റെഡിയാണ്, ആളിനോട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി റെസ്റ്റ് എല്ലാം അടുത്ത വീഡിയോ കാണാം. ടൂഡിൽസ്.